ഇപ്പോൾ ഡയബറ്റിക് ഉള്ളത് കൊണ്ടേ ഹസ്ബൻഡിന് എന്തൊക്കെ ഭക്ഷണമാണ് ഞാൻ കൊടുക്കേണ്ടത്? ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഏതൊക്കെ കൊടുക്കാം? പ്രമേഹ രോഗികളുടെ ഭക്ഷണക്രമം വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ഡയബറ്റിസ് ഉള്ളവർക്ക് നമുക്കൊരു ഫുഡ് പ്ലേറ്റ് സങ്കല്പിച്ച് എടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിനെ നമ്മൾ 4ആയിട്ട് ഭാഗിച്ചാൽ, നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഫുഡിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പോർഷൻ മാത്രമേ കാർബോഹൈഡ്രേറ്റ് ആകാവുള്ളൂ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അന്നജം, അതായത് അരി, ഗോതമ്പ്, ഓട്സ്, റവ, റാഗി, ഇതെല്ലാം ആ ഗ്രൂപ്പിൽ വരും. അപ്പോൾ അത് ഏത് വിധത്തിലാണെങ്കിലും നമ്മൾ 1/4 ക്വാണ്ടിറ്റി കഴിക്കാം. 1/4 നമുക്ക് പ്രോട്ടീൻ ആയിരിക്കണം. അത് രാവിലെ നമുക്കൊരു മുട്ട കഴിക്കാം, ഉച്ചയ്ക്കും വൈകിട്ട് ഫിഷോ ഇടയ്ക്ക് ചിക്കനോ ഒക്കെ കഴിക്കാം. മട്ടൺ, ബീഫ് എന്നിവ ഒഴിവാക്കുക. പിന്നെ 2 പോർഷൻ വെജിറ്റബിൾ ആയിരിക്കണം. അതായത് ഒരു പോർഷൻ നമുക്ക് കുക്ക്ഡ് വെജിറ്റബിൾസ്, അതായത് നമ്മുടെ തോരനോ അവിയലോ വെജിറ്റബിൾ കറികളോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ദോശ, ഇഡലി, അതിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാം. പുട്ടിൻ്റെ കൂടെ പയറോ കടലക്കറിയോ അങ്ങനെ കഴിക്കാം. ഒരു പോർഷൻ റോ വെജിറ്റബിൾസ്, അതായത് സാലഡായിട്ട് കഴിക്കാം. ക്യുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ക്യാപ്സിക്കം, ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. ആ പോർഷൻ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ദോശയോ ഇഡലിയോ പുട്ടോ ഓട്സോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ അപ്പം, പൂരി, പൊറോട്ട ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് ചോറ് ഇഷ്ടമുള്ളതൊക്കെ ചോറ് കഴിക്കാം. വൈകിട്ട് വേണമെങ്കിൽ ചപ്പാത്തിയോ ഓട്സോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ പോർഷൻ കൺട്രോൾ കറക്റ്റായിട്ട് കഴിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് വരില്ല. ഈ സാലഡ് ഐറ്റംസിൻ്റെ കൂടെ നമുക്ക് മധുരമില്ലാത്ത ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാം. അതായത് മധുരമുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വാഴപ്പഴം, ചക്ക, മാങ്ങ, പൈനാപ്പിൾ, ഗ്രേപ്സ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളത് ഈ ഗ്രൂപ്പ്. അപ്പം അതിന് തൊട്ട് താഴെ നിൽക്കും ഓറഞ്ച്, ആപ്പിള്, മാതളം, വാട്ടർമെലൺ, പപ്പായ, പേരക്കയൊക്കെ. ഇതിനും താഴെ നിൽക്കുന്നത്, അതായത് ലോ കാലറി ഫ്രൂട്ട്സ് വേണം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. അതേതൊക്കെയാണ്? നമുക്ക് ഗ്രീൻ ആപ്പിള്, കിവി, ചാമ്പയ്ക്ക, നെല്ലിക്ക, നാരങ്ങ, തക്കാളി, കുക്കുംബർ, ഇതെല്ലാം നമുക്ക് ധാരാളം കഴിക്കാം. അപ്പോൾ ഇതിലൊന്നും ഷുഗർ അധികം കൂടില്ല. അപ്പോൾ നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. എന്നാൽ മധുരം കൊണ്ടുള്ള ദോഷവുമില്ല. അപ്പോൾ ഡയറ്റിൽ നമ്മൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ, അതായത് കിഡ്നി അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡയറ്റിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റേണ്ടി വരും. അവിടെ നമുക്ക് ഫ്രൂട്ട്സ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. പച്ചക്കറികളും പച്ചയ്ക്ക് തിന്നുന്നത് ചിലപ്പോൾ കിഡ്നിക്ക് ഡാമേജ് കൂട്ടാം. കാരണം ഈ ഫ്രൂട്ട്സിലും ഉള്ള പൊട്ടാസ്യം നമ്മുടെ കിഡ്നി ഡാമേജ് ആക്സിലറേറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാം കുക്ക് ചെയ്ത ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. റോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പം ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നെഫ്രോളജിസ്റ്റിനെ കണ്ട് ഡീറ്റെയിലായിട്ട് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ നമ്മൾ കണ്ണ്, കിഡ്നി ഇതെല്ലാം പരിശോധിക്കണം. കണ്ണിൻ്റെ നമ്മൾ ഡയലേറ്റ് ചെയ്ത് ഡീറ്റെയിലായിട്ട് ഒരു എക്സാമിനേഷൻ നടത്താം. കിഡ്നിയുടെ ആണെങ്കിൽ നമുക്ക് യൂറിയ ക്രിയാറ്റിൻ, പിന്നെ യൂറിയ ക്രിയാറ്റിനൊക്കെ കൂടുന്നതിന് മുമ്പ് വളരെ മുന്നേ തന്നെ മൈക്രോ ആൽബുമിൻ കൂടുതലാകാം. അപ്പോൾ അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. അപ്പം മൈക്രോ ആൽബുമിൻ, ക്രിയാറ്റിൻ റേഷ്യോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമുക്കൊരു നെഫ്രോളജിസ്റ്റിനെയും കണ്ട് വേണ്ട അഡ്വൈസ് നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും കൂടാതെ തന്നെ നമുക്ക് പ്രമേഹം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.